ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചോറ് കൊടുത്തിട്ട് ഇവിടെ പിടിച്ച് കിടത്താനാണോ പ്ലാൻ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറ. എന്റെ ചെവിയിലല്ല പറയണ്ടേ. അമ്മേ, ജയിലിൽ പോയി ഞാൻ ജീവനെ കണ്ടതും വെള്ളി വിളിച്ചതൊക്കെ ആയിരിക്കും ജീവന്റെ മനസ്സിൽ. എന്നേക്കാൾ കൂടുതൽ പക ഹരിയോടായിരിക്കും. ഹരിയോടൊപ്പം ജീവിക്കാനുള്ള തീരുമാനം എടുക്കണ്ടായിരുന്നു. ഹരിയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. എന്താ നിന്റെ ഉദ്ദേശം? പെട്ടെന്നെല്ലാം കേട്ട ഷോക്കില് നമ്മളെല്ലാവരും തളർന്നു പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ ആയുഷ്കാലം പേടിക്കാനും ഒളിച്ചോടാനുമാണോ? പണ്ട് അവനെ പേടിച്ച് ഓടി ഒളിക്കുമ്പോ അച്ഛൻ പോലും കൂടെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതല്ല അവസ്ഥ. ഹരിയും അമ്മാവനും ശരവണനും നമ്മുടെ ജീവൻ കാക്കാൻ പുറത്തുണ്ട്. അച്ഛൻ എപ്പ വേണമെങ്കിലും തിരിച്ചു വരും. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? എല്ലാവരും കൂടെ ഉണ്ടമ്മേ. പക്ഷെ ജീവൻ എവിടെ വെച്ച് ആരെയും ഉപദ്രവിക്കാന്ന് ഉറപ്പുണ്ടോ? മോളെ, നീ നേരത്തെ പറഞ്ഞില്ലേ നീ ഹരിയെ വിവാഹം കഴിച്ചതുകൊണ്ടാണ് അവന്റെ ജീവിതം പോലും അപകടത്തിലായതെന്ന്. അത് ഹരിക്ക് തോന്നുന്നത് എപ്പോഴാണെന്നറിയോ? നീ പേടിച്ചൊളിച്ചോടാൻ തീരുമാനിക്കുമ്പോ. മറിച്ച് നീ തന്റെ ഇടത്തോടെ അവനോട് എല്ലാം നേരിടാമെന്ന് പറഞ്ഞു നോക്ക്. അവനെ മറികടന്ന് ജീവൻ നിന്നെ തൊടില്ല. ഇനി അവൻ ആരെങ്കിലും തിരഞ്ഞിവിടെ എത്തിയാൽ ഒരുപക്ഷെ നിങ്ങൾ മടിക്കുമായിരിക്കും. പക്ഷെ എന്റെ മനസ്സിൽ ഒരു തീരുമാനമുണ്ട്. അവനെ വെട്ടിക്കൊന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്ന്. അമ്മേ, പ്രസവിച്ചത് ഞാനല്ലേ, വളർത്തിയത് ഞാനല്ലേ. ആ കുറ്റം എന്റെ തലേന്ന് പോവില്ലല്ലോ. അതിനിതേ ഉള്ള മാർഗം. ഇനി നമ്മൾ ഒന്നിനെയും പേടിക്കുന്നില്ല. മോള് ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. അമ്മ നിനക്ക് കാവലിരുന്നോളാം. അമ്മ നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരു പകയ്ക്കും വിട്ടുകൊടുക്കില്ല. അമ്മയുടെ ജീവിതം അമ്മ നിനക്ക് വേണ്ടി തന്നതാ.